വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തെ നാം രക്ഷാസുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്, യേശുക്രിസ്തുവിനോടുകൂടെയാണ്, യേശുക്രിസ്തുവിലാണ് രക്ഷ. ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം എന്ന് വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 36-ാം തിരുവചനത്തിലൂടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് മുമ്പ് പഴയ നിയമത്തിൽ രക്ഷ പുതിയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമാണോ എന്ന് നോക്കുമ്പോൾ അത് വ്യത്യസ്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. റോമ 4-ാം അധ്യായം 3, 5, 6 തിരുവചനങ്ങൾ. വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. പ്രവർത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. പ്രവർത്തികൾ നോക്കാതെ തന്നെ നീതിമാൻ എന്ന് ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. പഴയ നിയമം സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ് വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-8 തിരുവചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. Dear God, I believe that you sent your only begotten Son Jesus Christ to die on the cross so that by believing Him I can be forgiven of my sins and be redeemed because His innocent blood was shed for me. I believe that it is only through His death on the cross and resurrection I can be made right with you. Amen.